നമസ്കാരം. ടുഡേ ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. വയനാടിനെ ചേർത്തുപിടിച്ച പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിലെ ദുരിതബാധിതർക്കായി ശേഖരിച്ച വസ്തുക്കൾ പെരിന്തൽമണ്ണ MLA ഓഫീസിലെ കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ രംഗത്തെത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച വസ്തുക്കൾ പെരിന്തൽമണ്ണ MLA ഓഫീസിലെ കളക്ഷൻ പോയിന്റിലേക്ക് കൈമാറി. ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളാണ് വിദ്യാർത്ഥികൾ സ്വരൂപിച്ചത്. അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും ഡെറ്റോള്, ടർക്കി, അങ്ങനത്തെ സാനിറ്ററി പാഡ്, അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സന്തോഷപൂർവ്വം തന്നെ അവരെ ഏൽപ്പിക്കുകയാണ്. ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും തങ്ങൾക്ക് ലഭിച്ച പോക്കറ്റ് മണിയും വണ്ടിക്കൂലിയുമൊക്കെ സ്വരൂപിച്ചാണ് വിദ്യാർത്ഥികൾ സാധന സാമഗ്രികൾ വാങ്ങിച്ചതെന്നും അധ്യാപകൻ ഹരിഹരൻ പറഞ്ഞു. ഇത് വളരെ സന്തോഷമാണ്. ഈ ഒരു തലമുറയ്ക്ക് ഇങ്ങനെയുള്ളൊരു ഈ കരുണയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ ഒരു ദൗത്യം അവർ ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുന്നു. അവരോടൊപ്പമാണ് ഞങ്ങൾ. അവരുടെ ദുഃഖത്തിലും അവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിലും ഞങ്ങളൊപ്പമുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാൻ നിരവധി വിദ്യാർത്ഥികളാണ് മുന്നോട്ട് വരുന്നത്. തങ്ങളാലാവും വിധം ഓരോരുത്തരും വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ്. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സമാനതകളില്ലാത്ത വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവനും ജീവിതോപാധിയും നഷ്ടമായ വ്യാപാരികളെ ചേർത്തുപിടിക്കാനൊരുങ്ങി പെരിന്തൽമണ്ണ മെർച്ചന്റ്സ് അസോസിയേഷൻ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടൌൺഷിപ്പിലേക്ക് 2 വീടുകൾ പെരിന്തൽമണ്ണ മെർച്ചന്റ്സ് അസോസിയേഷൻ നൽകുമെന്ന് ഭാരവാഹികൾ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനും ജീവിതോപാധിയും നഷ്ടമായ വ്യാപാരികളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഒരു ടൌൺഷിപ്പ് മാതൃകയിൽ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും നിർമ്മിച്ചു നൽകാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുന്നതെന്നും ഇതിൽ 2 വീടുകൾ പെരിന്തൽമണ്ണ മെർച്ചന്റ്സ് അസോസിയേഷൻ നൽകുമെന്നും ഭാരവാഹികൾ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. തങ്ങൾക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം 97 വ്യാപാരികൾക്കാണ് നഷ്ടമുണ്ടായത്. 6 വ്യാപാരികളുടെ ജീവൻ നഷ്ടമായെന്നും ഇവരെ ചേർത്തുപിടിക്കാനാണ് മെർച്ചന്റ്സ് അസോസിയേഷൻ ശ്രമിക്കുന്നതെന്നും മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു പറഞ്ഞു. വ്യാപാരികളുടെ നാശനഷ്ടങ്ങൾ കണക്കെടുക്കുവാൻ പോലും സർക്കാരിൻ്റെ ഒരു വിഭാഗവും തയ്യാറായില്ല എന്നൊരു ദുഃഖം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് GST ആണെങ്കിലും മറ്റു നികുതികളൊക്കെ പിരിച്ചു കൊടുക്കുന്ന ഈ വ്യാപാര മേഖലയെ അവിടെങ്ങളിൽ നഷ്ടങ്ങൾ വരുമ്പോൾ അതല്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ അവരെ പുനരുദ്ധരിപ്പിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഇത്തവണ ഈ വയനാട്ടിലെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് പറയാനുള്ളത്. ഏതായാലും പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ ഇവിടുത്തെ എല്ലാ വ്യാപാരികളുമായി സഹകരിച്ച് നല്ലൊരു സംഖ്യ ഇതിലേക്ക് ജില്ലാ കമ്മിറ്റി മുഖേന സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വ്യാപാരികളുടെ ഭാഗത്തുനിന്നും വലിയ സഹകരണമാണ് ഇക്കാര്യത്തിൽ ലഭിച്ചതെന്നും നേരിട്ട് പോയാണ് കളക്ഷനുകൾ സ്വീകരിക്കുന്നതെന്നും ജനറൽ സെക്രട്ടറി PP മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. നല്ല ഒരു സമീപനമാണ് ഉണ്ടായത്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കളക്ഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അവിടെ ഒരു ടൗൺഷിപ്പ് വിഭാവനം ചെയ്തുകൊണ്ടാണ് ഈ 3 ഏക്കർ സ്ഥലത്ത് കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് സ്റ്റേറ്റ് കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ വ്യാപാരികൾക്കുണ്ടാകുന്ന നഷ്ടം കണക്കെടുക്കാനോ വിലയിരുത്താനോ സർക്കാർ സംവിധാനങ്ങളില്ലാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ടാണ് വ്യാപാരികളെ സഹായിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രമിക്കുന്നതെന്നും ട്രഷറർ ടാലന്റ് ലത്തീഫ അഭിപ്രായപ്പെട്ടു. ഓരോ ദുരന്തങ്ങളിലും ഞങ്ങളെ അവഗണിച്ചതിന് എല്ലാ കാര്യത്തിലും വ്യാപാരികളെ പങ്കെടുപ്പിക്കുകയും ഇത്തരം കാര്യങ്ങൾ സഹായ പദ്ധതികൾ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായും അവഗണിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയാണ് സർക്കാരുകൾ കൈക്കൊണ്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയത്തിൽ നിലമ്പൂരിലൊക്കെ തന്നെ വ്യാപാരികളുടെ കടയിൽ വെള്ളം കയറിയിട്ട് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ വന്നിട്ട് അതൊന്ന് വൃത്തിയാക്കാനുള്ള ഒരു സൗകര്യം വളണ്ടിയേഴ്സിൻ്റെ സേവനം കൂടിയും അവർക്ക് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ മറ്റോ ചെയ്തിട്ടില്ല. വ്യാപാര കേന്ദ്രങ്ങളും വീടുകളും അടങ്ങിയ ടൌൺഷിപ്പ് മാതൃകയുടെ പ്ലാൻ സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നും 3 ഏക്കർ സ്ഥലം ഇതിനായി നൽകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. ലോക മുലയൂട്ടൽ വാരാചരണ പരിപാടിയുടെ ഭാഗമായി താഴേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബേബി ഷോ സംഘടിപ്പിച്ചു. അരക്കുപറമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്.
ലോക മുലയൂട്ടൽ വാരാചരണ പരിപാടിയുടെ ഭാഗമായാണ് താഴേക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബേബി ഷോ സംഘടിപ്പിച്ചത്. അരക്കുപറമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലാണ് പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിലൂടെ എല്ലാവരെയും ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെയും അമ്മയുടെയും ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചും പരിപാടിയിൽ ബോധവൽക്കരണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫിലോമിന, സുരേഷ്, നീതു, ഹിമ, രാധിക, ഷഹന, ബിന്ദു, ജുമൈല, സജിത എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. ദുരന്തമുഖത്തേക്ക് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ കൈത്താങ്ങ്. മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപയുടെ DD കൈമാറി. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖേനയാണ് തുക കൈമാറിയത്. PRO ശ്യാംകുമാർ, സോനു ശിവൻ, ഹാരിസ് തുടങ്ങിയവർ സന്നിഹിതരായി. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.